മാധവേട്ടാ കടവേ കടച്ചോ. എന്താ ആ NSP കാരൻ എന്റെ ഭഗവാനെ ചതിച്ചോ? ജീവൻ വേണി ഓടിക്കും. നിങ്ങളോട് ഞാൻ ദേഷ്യമല്ല, അമ്പാനോട് ദേഷ്യമുള്ളൂ. നിങ്ങളോട് ഞാൻ ദേഷ്യമല്ല, അമ്പാനോട് ദേഷ്യമുള്ളൂ. എന്നെ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. എന്റെ മുമ്പിൽ അല്ല ഈ ഓഫീസ് ടൈമിൽ വേണോ? പിന്നെ ഓഫീസ് അടിച്ചിട്ട് 7 മണിക്ക് വരണ്ടേ? എടോ നമ്മൾ ഭരണകക്ഷിയാ, നമുക്ക് എവിടെയും കയറാം. ഒന്ന് പോടാപ്പ, പോയി തരത്തി പോയി കളിക്കടാ. പുതിയ ആളാന്ന് തോന്നുന്നു. അല്ല പഴയ ആളാണ്. വിപ്ലവ വീര്യം കൂടി കത്തിജ്വലിച്ചെത്തിയ സമരക്കാരോട് ഇതായിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ നയം. അല്ല സുഹൃത്തെ, നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ. ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം. നീ ആരടാ എന്ന ചോദ്യം കൂടി വന്നതോടെ ആകെ പെട്ട അവസ്ഥ. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. തൊട്ടടുത്തിരുന്ന ഉദ്യോഗസ്ഥയോട് എഴുന്നേറ്റ് പുറത്തു പോകാൻ പറഞ്ഞപ്പോ അവരും ഇരുന്നിടത്തു നിന്ന് അനങ്ങുക പോലും ചെയ്യാതെ കൊടിയേന്ത്യ സമരപടനെ ഗൗനിച്ചതേയില്ല. ഇതോടെ എന്നാ പിന്നെ ഫ്യൂസ് ഊരാം എന്നായി സമരക്കാർ. ഇലക്ട്രിസിറ്റി ബോർഡ് നിന്റെ അപ്പന്റെ വകയിലടാ. മുക്കം സിവിൽ സ്റ്റേഷനിലായിരുന്നു ഈ ദാരുണ സംഭവം. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു സംശയിക്കില്ല, ഞാൻ ഏറ്റു. ഫ്യൂസ് പോയ സമരക്കാരുടെ ബാക്കിയുള്ള മാനം കൂടി ട്രോളന്മാർ പണിമുടക്കാതെ ഇരുന്ന് ഊരുകയാണ്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. എല്ലാം തൊലച്ചു. എന്താ ബാലേഷ? ഒന്നുമില്ല. സൗദാവിനെ പ്രഷറിന്റെ ഗുളിക എഴുതി. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ടീച്ചർ അവിടെ ഊണ് കഴിച്ചിട്ട് പോവാ. വേണ്ടായിട്ടാണേ.